പയ്യന്നൂരിന് സമീപം എടാട്ട് ദേശീയപാതയിൽ സ്വർണ്ണ വ്യാപാരിയും കുടുംബവും സഞ്ചരിച്ച കാർ തടഞ്ഞ് 25 ഗ്രാം സ്വർണം കവരുകയും പിലാത്തറയിലെത്തിച്ച് കാർ തകർക്കുകയും ചെയ്ത കേസിന്റെ അന്വേഷണം പയ്യന്നൂർ പോലീസിന് കൈമാറും. സംഭവം നടന്നത് പയ്യന്നൂർ സ്റ്റേഷൻ പരിധിയായ എടാട്ടായതിനാലാണ് അന്വേഷണം പയ്യന്നൂർ സ്റ്റേഷന് കൈമാറുന്നത്. ദേശീയപാതയിൽ എടാട്ട് വെച്ച് മഹാരാഷ്ട്ര സ്വദേശിയായ സ്വർണ്ണ വ്യാപാരിയെയും കുടുംബത്തെയും തടഞ്ഞു നിർത്തി കാർ തട്ടിയെടുത്ത് കവർച്ച നടത്തിയ കേസിന്റെ അന്വേഷണം പയ്യന്നൂർ പോലീസിന് കൈമാറുന്നു. ദുരൂഹ സാഹചര്യത്തിൽ കാർ കണ്ടെത്തിയത് പിലാത്തറയ്ക്ക് സമീപമായതിനാൽ പരിയാരം പോലീസാണ് ആദ്യം FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ കവർച്ച നടന്നത് എടാട്ടാണെന്ന് ഇരകൾ മൊഴി നൽകിയതോടെയാണ് സ്റ്റേഷൻ മാറ്റാൻ തീരുമാനമായത്. പയ്യന്നൂർ DYSP PL ഷൈജുവിന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പിലാത്തറ കോഓപ്പറേറ്റീവ് കോളേജിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് പൂർണ്ണമായും അടിച്ചു തകർത്ത കാർ കണ്ടെത്തിയത്. കാറിനുള്ളിൽ വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. കൂടാതെ കാറിനുള്ളിൽ കട്ടപിടിച്ച ചോരപ്പാടുകൾ കണ്ടെത്തിയത് വലിയ ദുരൂഹത പരത്തിയിരുന്നു. യാത്രക്കാർക്ക് പരിക്കേൽക്കാത്തതിനാൽ കാർ തകർക്കുന്നതിനിടയിൽ അക്രമി സംഘത്തിൽ ആർക്കെങ്കിലും മുറിവേറ്റതാകാമെന്നാണ് പോലീസ് നിഗമനം. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ പ്രദേശത്ത് പൊതുനിരീക്ഷണ ക്യാമറകൾ ഇല്ലാത്തത് അന്വേഷണത്തിന് പ്രതിബന്ധമാകുന്നുണ്ട്. എന്നാൽ പരമാവധി സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ പ്രയോജനപ്പെടുത്തി പ്രതികളുടെ വാഹനങ്ങൾ കണ്ടെത്താനാണ് പോലീസിന്റെ പ്രാഥമിക ശ്രമം. കവർച്ചയാണ് ലക്ഷ്യമെങ്കിലും സംഭവത്തിന് പിന്നിൽ മറ്റ് ദുരൂഹതകളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.